എങ്ങനെയുണ്ട് നമ്മുടെ ഗാർഡൻ? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ ഹെവി സ്നോഫോൾ ആണ്. ഇതങ്ങനെ എല്ലാ വിന്ററിലും വരുന്ന ഒരു കാര്യമൊന്നും അല്ല കേട്ടോ. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് ഇത്രയധികം മഞ്ഞ് ഞാൻ ഒരുമിച്ച് ഇവിടെ കാണുന്നത് ഇന്നാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഗാർഡൻ അല്ലേ? ഇപ്പൊ എല്ലാം തോലുമായി. പ്രകൃതിയുടെ ഓരോ കുസൃതികൾ. പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞ് ഇവിടെ ഇത്രയധികം സ്നോ ഒരുമിച്ച് കണ്ടതിന്റെ കൗതുകം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. വെറുതെ പുറത്ത് തേരാപ്പാര നടന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഒരു 10 മിനിറ്റില് നമുക്കൊരു തട്ടിക്കൂട്ട് ലഞ്ച് റെഡിയാക്കാം. ഓർമ്മയുണ്ടോ ഈ കിച്ചൺ? മറന്നില്ലല്ലോ അല്ലേ? നമ്മുടെ പ്ലാനിങ് പ്രകാരം ഇന്ന് ലഞ്ചിന് ഒരു വെജിറ്റേറിയൻ സാലഡാണ്. പൈനാപ്പിൾ ചിക്ക് പീ സാലഡ്. അതിന് വേണ്ട സംഗതികളെല്ലാം നമുക്ക് എടുക്കാം. ആ കൊറിയാണ്ടറിന്റെ സ്പെല്ലിങ്ങിന് എന്തോ ഒരു തകരാറ് തോന്നിയില്ലേ? ഇംഗ്ലീഷിൽ അത് ഡച്ചിൽ വായിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. തുടങ്ങുന്നതിന് മുന്നേ അവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാം. ഒരു ഗ്രില്ലും കൂടെ ഉണ്ട് ഒപ്പം. ഇനി ഒരു മാജിക് കാണിച്ചു തരട്ടെ. മാജിക്കിന്റെ സ്റ്റോക്ക് തീർന്ന സ്ഥിതിക്ക് പൈനാപ്പിൾ നമുക്ക് കൈയോടെ മുറിക്കാം. അയ്യോ, നമ്മളൊരു മെയിൻ സാധനം എടുക്കാൻ മറന്നു. ഇത് നമ്മുടെ വെള്ളക്കടല തന്നെയാണേ. ഒരു വേവിച്ച രൂപത്തിൽ ടിന്നിൽ വരുന്നതാ. ഞാൻ ഇന്നലെ കടല വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നുപോയി. ഈ മറവി മനുഷ്യന്റെ സന്തത സഹചാരിയാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്നോടൊന്ന് ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇതിലോട്ട് ഉപ്പും മുളക് പൊടി ഇട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ചിക്കന്റെ മാരിനേഷൻ റെഡിയാക്കിയാലോ. കുറച്ച് ഗാർലിക് ഓണിയൻ പൗഡറും ഗാംഭീര്യത്തിന് വേണ്ടി കുറച്ച് ഇറ്റാലിയൻ സ്പൈസസും പിന്നെ ഒരു പ്രീമിക്സ് തന്തൂരി മസാലയും കൂടെ ആഡ് ചെയ്ത് ഒരു തട്ടിക്കൂട്ട് മാരിനേഷൻ. ചിക്കനായി വരുമ്പോക്ക് നമുക്ക് നമ്മുടെ സാലഡ് ഉണ്ടാക്കിയാലോ. സ്റ്റവ് കത്തിച്ച് പാൻ വെച്ച് അതിലോട്ട് ഒലീവ് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്യാം. ഇനി വെളുത്തുള്ളി കുനുകുനാന്നരിഞ്ഞതും നേരത്തെ കുനുകുനാന്നരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യാം. അപ്പോക്ക് നമ്മുടെ കറുമുറ കടല ഇവിടെ റെഡിയായി. കണ്ടോ? ഇനി വഴറ്റി വെച്ച സവാളയിലോട്ട് ചെറുതാക്കി അരിഞ്ഞ പൈനാപ്പിളും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം യോഗട്ട് ആഡ് ചെയ്യുക. അലങ്കാരത്തിനും അലങ്കോലത്തിനും വേണ്ടി കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ആഡ് ചെയ്യുക. ഇനി സെർവ് ചെയ്തതിന് ശേഷം മുകളിൽ നമ്മുടെ ക്രഞ്ചി ചിക്ക് പീ ആഡ് ചെയ്യാം. കഴിക്കുമ്പോൾ അങ്ങോട്ട് മിക്സ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നോക്കൂ, നല്ല സ്വാദിഷ്ടമായ നമ്മുടെ ലഞ്ച് റെഡി. ഈ സാലഡ് ആട്ടോ നമ്മുടെ ഇന്നത്തെ സ്റ്റാർ. ആ ഒരു ചെറിയ മധുരവും എരിവും ക്രഞ്ചിനെസ്സും എല്ലാം കൂടി ഒരു പെർഫെക്റ്റ് മിക്സ് ആയിരുന്നു.